ഹായ് ഹലോ. ഒപിയിലേക്ക് വരുന്ന ചില പേഷ്യൻസ് കംപ്ലൈന്റ് ചെയ്യാറുള്ളതാണ് അവരുടെ കുട്ടികളിൽ ദൂരക്കാഴ്ചയ്ക്ക് എന്തോ മങ്ങല് കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത്. സോ ബേസിക്കലി ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത് സ്കൂളിൽ എന്തെങ്കിലും അവയർനെസ് പ്രോഗ്രാം ആയിട്ട് വിഷൻ ടെസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുമ്പോഴാണ് മെയിൻലി ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ചില പേരൻസ് ഐഡന്റിഫൈ ചെയ്യുക ടിവിയുടെ അടുത്ത് പോയി നിന്നിട്ട് കാര്യങ്ങൾ നോക്കുന്നു, അല്ലെങ്കിൽ ബുക്ക് വായിക്കുന്നതൊക്കെ ക്ലോസ് ആയിട്ട് പിടിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പൊതുവെ പേരൻസ് ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെ വരുന്നതിൽ മെജോറിറ്റി ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് മയോപ്പിയ. ഒരുപാട് സ്ക്രീൻ യൂസേജ് കൂടുന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ഇൻഡോർ ആക്ടിവിറ്റീസിൽ മാത്രം എൻഗേജ് ആവുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഡെഫിഷ്യൻസീസ് കൊണ്ടോ, ഐ എക്സസൈസിന്റെ പോരായ്മ കൊണ്ടോ, ജനറ്റിക് ആയിട്ടോ ഒക്കെയാണ് ഈ പ്രശ്നം സാധാരണഗതിയിൽ ഉണ്ടാവുന്നത്. സോ ഇതിനെ മാനേജ് ചെയ്യാനായിട്ട് ആയുർവേദത്തിൽ നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള ഇന്റേണൽ മെഡിസിൻസും അതുപോലെ തന്നെ തെറാപ്പീസും കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. സോ മയോപ്പിയ കൺട്രോൾ എന്ന് പറയുന്ന ഒരു പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇഫ് അറ്റ് ഓൾ നമ്മൾ ഏർലി ഡയഗ്നോസ് ചെയ്ത് അതിന് വേണ്ട പ്രോപ്പർ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഭക്ഷണ രീതി. ഐ എക്സസൈസ് പ്രോപ്പർ ആയിട്ട് ചെയ്യുക, ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ നന്നായിട്ട് എൻഗേജ് ചെയ്യുക, ഇതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ആണ്. പ്രോഗ്രസ് ആവുന്ന മയോപ്പിക് കണ്ടീഷൻസ് ആണെന്നുണ്ടെങ്കിൽ ആയുർവേദ മെഡിസിൻ വഴി നമുക്ക് ആ പ്രോഗ്രഷൻ സ്ലോ ഡൗൺ ചെയ്യാനും പറ്റും. ഏർലി ഡയഗ്നോസിസ് ആണ് ഇതിനൊക്കെ വേണ്ട കാര്യം. ഇങ്ങനെ എന്തെങ്കിലും ഒരു സിംറ്റംസ് കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നിസ്സാര കാര്യമല്ല, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ഏർലി കൺസൾട്ടേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്സ് എടുക്കുക എന്നുള്ളതാണ് ഉചിതമായ കാര്യം. സോ ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ.